നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇതെൻ്റെ വീട്ടിലുള്ള ഒരു കാലാപ്പാടി മാവാണ്. നേരത്തെ വീഡിയോയിൽ ഇത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഇതിന് സംഭവം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പുതിയ തളിർപ്പുകളും വരുന്നുണ്ട്. അത് കൂടാണ്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുള്ള വെച്ചാൽ ഇതിൻ്റെ കമ്പിന് ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു കമ്പ് ഉണങ്ങുന്ന രോഗമാണ്. അപ്പം നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടില്ല, നന്നായി പൂത്ത മാവാണ്. ആ കമ്പുണക്കത്തിൻ്റെ രോഗം മൊത്തം ചെടിയെ ബാധിച്ചിട്ടുണ്ട്, ക്ഷീണം ബാധിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൊഴിഞ്ഞു പോയി. ഈ കാണുന്ന ഈ കമ്പാണ് ഇപ്പോൾ ഉണക്കം ബാധിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇത് ഒരു കമ്പിന് ഇത് ബാധിച്ചിരുന്നു. അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇത് തൈ നട്ടിട്ട് ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ. വാങ്ങി വെക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഒരു ഹെൽത്തിയുള്ള തൈയായിരുന്നു. തുടർച്ചയായിട്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ വളമെല്ലാം കൊടുത്ത് നന്നായിട്ട് വന്നു. കമ്പണക്കം കൂടാതെ ഇത് കണ്ടില്ലേ, ഇതിൽ ഒരു ഫംഗസിൻ്റെ ശല്യം കൂടെയുണ്ട്. സാധാരണ വെളുത്ത ഇതായിട്ട് വരുന്ന സാധാരണ ചെടികളിലൊക്കെ കാണുന്നതാണ്. ഈ ഉറുമ്പാണിത് കൊണ്ടുവരുന്നത്, പുളിയുറുമ്പ്. അതിനും കൂടെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കമ്പാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പേസ്റ്റ് അടിച്ച കമ്പ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച അതേ സാധനം തന്നെയാണ്. മറ്റു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കോപ്പർ ഓക്സിക്ലോറൈഡ്, പിന്നെ ബ്രഷ്, കത്രി, ഒരു ചെറിയ പാത്രം, ഇത്രയേ ഉള്ളൂ. ചെടി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഉണക്കം ബാധിച്ച കമ്പിൽ നിന്ന് ഏകദേശം 1 ഇഞ്ച് താഴെ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ കമ്പിന് മുറിച്ചെടുക്കണം. ഏതായാലും നല്ല ഷാർപ്പായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കണം. തൊലികളൊന്നും ചതഞ്ഞ് പോകരുത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിലൊരു കമ്പ് കൂടെ ഉണ്ട്, അതും കൂടെ മുറിച്ചെടുക്കാം. കോപ്പർ ഓക്സിക്ലോറൈഡ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, നേരത്തെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല. ആ വീഡിയോയുടെ നമുക്ക് എൻ്റെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ അതൊന്ന് കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുന്ന എല്ലാ വിധങ്ങളും വ്യക്തമായി വിവരിച്ചൊരു വീഡിയോ ആണ്. അത് ക്ലിപ്പ് ഐ ബട്ടണിലും കൂടി അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ സാധനമാണ്. പൂവിട്ട സമയത്തൊന്നും ഇത് ചെയ്തു കൊടുക്കാൻ പാടില്ല. പിന്നെ ശക്തമായ ഈ ഫംഗസ് ആക്രമണം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ ഉറുമ്പാണ് ഈ ഫംഗസിനെ കൊണ്ടുവരുന്നത് തന്നെ. ഈ 2 ml കീടനാശിനിയിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് കൂടി ഈ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സിന്ദൂർ പ്ലാവാണ്. ഇതിനെയും ആ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കാലത്തോ വൈകിട്ടോ ചെയ്യണം, വെയിലുണ്ടാകുമ്പോൾ ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ജോലിയെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാവിൻ്റെ തടിയിൽ മൊത്തത്തിൽ ഏകദേശം 90% നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡ് പേസ്റ്റാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ മുൻ വീഡിയോയിലുണ്ട്. എല്ലാവരും അതുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഈ കൊച്ചു വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം, ബൈ.